Hello everyone, welcome back. So, MGM022 റൈറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ് ഫോർ പ്രിന്റ് മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് 1 ബേസിക്സ് ഓഫ് റൈറ്റിംഗിന്റെ ഫസ്റ്റ് പാർട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. സോ ഇന്ന് നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യാണ്. സോ ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ വാട്ട് ആർ ദ ബേസിക്സ് ഓഫ് റൈറ്റിംഗ്, അതായത് നമ്മൾ എഴുതുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയാണ് നമ്മൾ ഒരു കാര്യം എഴുതി തുടങ്ങേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ടുഡേ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്ന ടോപ്പിക് ഓർഗനൈസിങ് യുവർ റൈറ്റിംഗ്. അതായത് നമ്മളൊരു കാര്യം എഴുതുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള പോലെ സ്കാറ്റേർഡ് ആയിട്ട് ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ എഴുതുക എന്നുള്ള പ്രവണതയേക്കാൾ കൂടുതൽ ഒരു കണ്ടന്റ് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ എഴുതുന്നതായിരിക്കും എപ്പോഴും നന്നാവുക. എങ്കിൽ മാത്രമേ ബാക്കിയുള്ള ആളുകൾക്ക് അത് എന്താവുള്ളൂ, കണക്ട് ആവുള്ളൂ, അല്ലെങ്കിൽ അവരത് വായിക്കാൻ ഇഷ്ടപ്പെടുള്ളൂ. അപ്പം നമ്മൾ എങ്ങനെയൊക്കെയാണ് ഒരു കണ്ടന്റ് എഴുതേണ്ടത്, ഏതൊക്കെ മെത്തേഡ് മീൻസ് നമ്മൾ ഏതൊക്കെ ടോപ്പിക്കുകൾ എങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് കാര്യങ്ങൾ എഴുതേണ്ടത് എന്നാണ് ഇനി പറയുന്നത്. അപ്പം ദർ ആർ 4 ഓർഗനൈസിങ് സ്ട്രാറ്റജീസ്, അതായത് നമ്മളൊരു എഴുത്തിനെ 4 സ്ട്രാറ്റജികളാക്കി എഴുതുന്നതായിരിക്കും എപ്പോഴും നന്നായിരിക്കാം. അതിൽ ഫസ്റ്റ് സ്ട്രാറ്റജി എക്സ്പോസിഷൻ, ദെൻ നരേഷൻ, ദെൻ ഡിസ്ക്രിപ്ഷൻ ആൻഡ് ആർഗ്യുമെന്റേഷൻ. ഇങ്ങനെ 4 സ്ട്രാറ്റജികളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കാര്യങ്ങൾ എഴുതേണ്ടത്. അപ്പൊ ഫസ്റ്റ് വൺ എക്സ്പോസിറ്ററി ഡിസ്കോഴ്സ്. എക്സ്പോസിറ്ററി ഡിസ്കോഴ്സ് എന്താണെന്ന് നോക്കാം. എക്സ്പോസിറ്ററി ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതുക. വേറെ അതിൽ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളും ഒന്നുമില്ല. ജസ്റ്റ് എക്സ്പ്ലെയിനിങ് എ ടോപ്പിക്, അതായത് നമ്മുടെ ടോപ്പിക് എന്താണോ അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റ് എന്താണോ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യാണ്, എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ എക്സ്പോസിറ്ററി റൈറ്റിങ്ങിനും ഇതേപോലെ 3 മെത്തേഡുകൾ വരുന്നുണ്ട്: ഗ്രൂപ്പിംഗ്, ക്ലാസിഫിക്കേഷൻ, ഡെഫിനിഷൻ. അപ്പം അതില് ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞാല് എന്താണ്, നമ്മൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ട് ഡിഫറെന്റ് ഗ്രൂപ്പ്സുകളായിട്ട് എന്ത് ചെയ്യാണ്, എക്സ്പ്ലെയിൻ ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാണ്. ദെൻ ക്ലാസിഫിക്കേഷൻ നമുക്ക് അറിയാവുന്നത് പോലെ എന്താണ്, നമ്മൾ ഒരു ടോപ്പിക്കിനെ സബ് ഡിവിഷൻ ചെയ്യാണ്. അതായത് സബ് ഹെഡ്സ്, അതായത് നമ്മൾ മെയിൻ ഹെഡിങ് ഉണ്ടായിരിക്കും, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ഡിഫറെന്റ് ടോപ്പിക് ആയിട്ട് എന്ത് ചെയ്യാണ്, ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ചെറിയ 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 ടോപ്പിക്കുകളായിട്ട് എഴുതാണ്. ദെൻ ഡെഫിനിഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടോപ്പിക് എടുത്ത് അതിന്റെ ഡിഫൈൻ ചെയ്ത് അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ആൻഡ് ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ അതിൽ ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് അതിൽ എഴുതേണ്ടത് എന്ന് വെച്ചാൽ വാട്ട് ഈസ് ഇറ്റ്, എന്താണ് നമ്മൾ എഴുതുന്നത്, അതുപോലെ തന്നെ നമ്മൾ അതിൽ എന്താണ് അർത്ഥമാക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ്. ജസ്റ്റ് ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യുക, ഒരു ടോപ്പിക് എടുക്കുക, അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതുക, അത്രേ ഉള്ളൂ. ദെൻ നെറേറ്റീവ് ഡിസ്കോഴ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ എഴുത്തിനെ എന്ത് ചെയ്യാണ്, തുടക്കം മുതൽ അവസാനം വരെ എന്നുള്ള ഒരു രീതി, അതായത് ഒരു ക്രൊണോളജിക്കൽ ഓർഡർ ആണ്. അതായത് ഒരു ഇൻസിഡന്റ് ആണോ, അല്ലെങ്കിൽ ഒരു ഇവന്റ് ആണോ, അല്ലെങ്കിൽ ഒരു പേഴ്സണെ പറ്റിയിട്ടാണോ, ഒരു ഇഷ്യൂ ആണോ, എന്തോ ആയിക്കോട്ടെ, നമ്മൾ അതിന്റെ സ്റ്റാർട്ടിങ് മുതൽ അതിന്റെ എൻഡ് വരെ ഒരു ഓർഡറിൽ, അതായത് ഫസ്റ്റ് ഇന്ന കാര്യമാണ് സംഭവിച്ചത്, അതിനുശേഷം ഇത് സംഭവിച്ചു, ദെൻ ഇത് സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഡീറ്റെയിൽഡ് ആയിട്ട് ആ നടന്ന ഓർഡറിൽ എന്ത് ചെയ്യാണ്, കാര്യങ്ങൾ എഴുതാണ്. അതൊരു ആക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഇവന്റ് ആയിരിക്കാം, എന്തോ ആയിരിക്കാം. അപ്പം 2 സ്പെഷ്യൽ ഇഫക്ട്സുകൾ നമ്മൾ ഇതിൽ യൂസ് ചെയ്യും: ഫ്ലാഷ് ബാക്ക് ആൻഡ് മീഡിയാസ് റേസ്. ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞാല് മുന്നേ നടന്ന ഒരു കാര്യം വെച്ചിട്ട്, അതായത് ഒരു തുടക്കം വെച്ച് അവസാനിക്കുന്ന രീതി. അതായത് പണ്ടൊരു കാര്യം നടന്നു, അതിനുശേഷം ആണ് സംഭവിച്ചത്, പിന്നെ ഇത് വന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതി. മീഡിയാസ് റേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഇൻസിഡന്റിന്റെ അല്ലെങ്കിൽ ഇഷ്യൂയുടെ മിഡിലായിരിക്കും കാര്യങ്ങൾ തുടങ്ങുക. അതായത് ഇപ്പോ ഇന്ന് ഇതാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു സംഭവം എടുത്തതിന് ശേഷം പിന്നീട് അതിനെ തുടർന്ന് പോകുന്ന കാര്യങ്ങളും, പിന്നീട് നമ്മൾ അതിന്റെ ഫസ്റ്റിൽ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞ കാര്യങ്ങളും എന്ത് ചെയ്യും, എഴുതും. അതായത് നോർമലി ഈ 2 ടൈപ്പുകളും നമ്മൾ നോവൽസും അതേപോലെ ഫിലിമും ഒക്കെ എഴുതുന്ന സമയത്താണ് എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഫ്ലാഷ് ബാക്കുകളും മീഡിയാസ് റേസും ഒക്കെ വെച്ചിട്ടുള്ള ഒരുപാട് ഫിലിംസിന്റെ എക്സാമ്പിൾസും അതേപോലെ നോവൽസിന്റെ എക്സാമ്പിൾസും ഒക്കെ നമുക്കുണ്ട്. ഇപ്പോ പഴയ സിനിമകള്, അല്ലെങ്കിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സിനിമകളൊക്കെ, ഇപ്പം ചതിക്കാത്ത ചന്തു എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പം അതില് ജയസൂര്യ ഒരു ഇൻസിഡന്റിനെ, അതായത് ജയസൂര്യ ഒരു സിനിമക്കകത്തെ ഒരു സിനിമയുടെ കഥ പറയുന്നുണ്ടല്ലോ. അതായത്
ഒരു മ്യൂസിക് ഒക്കെ ഇട്ട് ഒരു പറക്കും തളിക വരുന്നു, അങ്ങനെ അങ്ങനെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു ഓർഡറിൽ കാര്യങ്ങൾ പറയുന്നതിനെയാണ് എന്ത് ചെയ്യുക നമ്മൾ നരേഷൻ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് നരേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എവിടുന്നെല്ലാമാണ് ഐഡിയാസ് കിട്ടുക എന്നുള്ളതാണ്. ബേസിക്കലി നമ്മൾ ഒരു ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഒരു ഇൻസിഡന്റ് സംസാരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് എഴുതുകയാണെങ്കിൽ ബേസിക്കലി നമ്മൾ എവിടെ നിന്നാണ് അതിന്റെ ഐഡിയാസ് എടുക്കുക? നമ്മുടെ ഓർമ്മകളിൽ നിന്ന്, നമ്മുടെ ലൈഫിൽ സംഭവിച്ച എന്തെങ്കിലും കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒപ്പം ചെലവഴിച്ച ഇൻസിഡന്റുകൾ, അതേപോലെ നമ്മൾ പോയ ഏതെങ്കിലും ഒരു ഫേവറേറ്റ് പ്ലേസ്, നമ്മൾ പങ്കെടുത്ത വല്ല ഇവന്റുകൾ, ആക്ടിവിറ്റികൾ, അതേപോലെ നമ്മുടെ ഇമാജിനേഷൻ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, ഇതെല്ലാം നമുക്കൊരു നരേറ്റീവ് റൈറ്റിംഗിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. അതുപോലെ തന്നെ നരേറ്റീവ് റൈറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ റീഡേഴ്സിന് വളരെ ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ, ഒരു ഇൻഡിവിജ്വലിനോടാണ് സംസാരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ ഒരു നരേറ്റീവ് റൈറ്റിംഗിനെ അപ്രോച്ച് ചെയ്യാൻ. അതുപോലെ തന്നെ ഒരു നരേഷൻ ചെയ്യുന്ന സമയത്ത് അത് എഴുതുന്ന ആളുടെ മനസ്സിലിട്ട് കൊടുക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം എഴുതുന്നത്? നമ്മുടെ റീഡേഴ്സ് എങ്ങനെയുള്ള ആളുകളായിരിക്കും? നമ്മൾ ഈ ടോപ്പിക്കിൽ എങ്ങനെയൊക്കെ ഒരു സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയകൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും? എന്റെ റീഡർ എങ്ങനെയായിരിക്കും ഈ ഒരു നരേഷനെ അക്സെപ്റ്റ് ചെയ്യുക? അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തുകൊണ്ട് വേണം ഒരു റൈറ്റർ എന്ത് ചെയ്യാൻ, ഒരു നരേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വൺ, ഡിസ്ക്രിപ്റ്റീവ് ഡിസ്കോഴ്സ്. ഡിസ്ക്രിപ്റ്റീവ് ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് ഒരു നരേഷൻ തന്നെയാണ്, പക്ഷെ ചെറിയൊരു ഡിഫറൻസ് വരും. അതായത് നരേഷനിൽ നമ്മൾ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റിനെ പറ്റിയുള്ള ഒരു എക്സ്പ്ലനേഷൻ അതൊരു ക്രോണോളജിക്കൽ ഓർഡറിലാണ് പറഞ്ഞിരുന്നെങ്കിൽ, ഇവിടെ നമ്മൾ ഒരാളുടെ മനസ്സിലേക്ക് ഒരു പിക്ചറിക്കൽ റെപ്രസെന്റേഷൻ കൊടുക്കുകയാണ്. അതായത് ഒരാളെ പറ്റി, അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ പറ്റി, അല്ലെങ്കിൽ ഒരു സംഭവത്തെ പറ്റി നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് അവരുടെ മൈൻഡിൽ എന്ത് ചെയ്യണം, ആ ഒരു ചിത്രം വന്ന് പതിയണം. ഇപ്പം അത് നമുക്ക് പല രീതിയിലാവാം. ഇപ്പൊ നമ്മൾ ഇവിടെ രാജാരവിവർമ്മയുടെ ഒരു പെയിന്റിങ് നമുക്ക് കാണാം. അപ്പം ഈ ഒരു ചിത്രത്തിനെ നമുക്ക് രണ്ട് രീതിയിൽ എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, പെർട്ടിക്കുലർ ടു ജനറൽ, അതായത് പെർട്ടിക്കുലർ ആയിട്ട് പിന്നീട് അത് ജനറലൈസേഷൻ ആക്കാൻ പറ്റും. അതായത് ആദ്യം നമുക്ക് ഈ ഒരു ലേഡീനെ എക്സ്പ്ലെയിൻ ചെയ്യാം. അവരുടെ മനോഹരമായ കണ്ണ്, അവരുടെ മൂക്കിലുള്ള ആഭരണങ്ങൾ, അതേപോലെ അവരുടെ ചെവിയിലുള്ള ആഭരണങ്ങൾ, അവരുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പെർട്ടിക്കുലർ ആയി വന്ന് ജനറൽ ആയിട്ട്, അതായത് രാജാ രവിവർമ്മയുടെ ചിത്രമാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതുപോലെ തന്നെ ജനറലിൽ നിന്ന് പെർട്ടിക്കുലർ ആയിട്ട് മാറാം. അതായത് എങ്ങനെയാണ്, രാജാ രവിവർമ്മയുടെ ഈ ഒരു ചിത്രത്തിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വൈസ് വേഴ്സയായിട്ടും എന്ത് ചെയ്യാം. അപ്പം പെർട്ടിക്കുലർ ടു ജനറൽ ആയിട്ടും ജനറൽ ടു പെർട്ടിക്കുലർ ആയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡിസ്ക്രിപ്റ്റീവ് ഡിസ്കോഴ്സ് എഴുതാൻ പറ്റും. നരേഷന്റെ അതുപോലെ തന്നെയാണ്, പക്ഷെ ഒന്നുകൂടി ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഇൻഫർമേഷൻസ് ലഭിക്കും. നെക്സ്റ്റ്, ആർഗ്യുമെന്റേറ്റീവ് ഡിസ്കോഴ്സ്. ആർഗ്യുമെന്റേറ്റീവ് ഡിസ്കോഴ്സിൽ റൈറ്റർ എന്താ ചെയ്യാന്ന് വെച്ചാല് ഒരു ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ഒരു ഇഷ്യൂ, ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് എന്ത് ചെയ്യും, ഓഡിയൻസിലേക്ക് അല്ലെങ്കിൽ റീഡേഴ്സിലേക്ക് എത്തിക്കും. അതായത് ആ എഴുതുന്ന ആൾ തന്നെ അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അതിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഒരുപോലെ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. 3 തരത്തിലാണ് സാധാരണഗതിയിൽ ആർഗ്യുമെന്റേറ്റീവ് റൈറ്റിംഗ് നമ്മൾ ചെയ്യാറ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ ആ ഒരു റൈറ്ററുടെ മാത്രം ആർഗ്യുമെന്റ്സ്, റൈറ്റർ മാത്രം എന്ത് ചെയ്യാണ്, എന്റെ ഒപ്പീനിയൻ ഇതാണ്, ഞാൻ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഇതിനെ കാണുന്നത് എന്ന് പറഞ്ഞിട്ട് എഴുതാണ്. ദെൻ എവിഡൻസ്, വ്യക്തമായിട്ടുള്ള എവിഡൻസ് വെച്ചിട്ടുള്ള ആർഗ്യുമെന്റേറ്റിംഗ്, അതായത് ഈ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്ന് ഞാൻ പറയുന്നത് ഇന്ന ഇന്ന പ്രൂഫുകൾ വെച്ചിട്ടാണ് എന്ന് പറയാം. ദെൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്നത്. അപ്പം ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് ആർഗ്യുമെന്റേറ്റീവ് റൈറ്റിംഗ് ചെയ്യാം. ദെൻ ആർഗ്യുമെന്റേറ്റീവ് റൈറ്റിംഗിന് അഗെയിൻ 2 ടൈപ്പായിട്ട് അല്ലെങ്കിൽ 2 റീസണിങ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻഡക്റ്റീവ് റീസണിങ് ആൻഡ് ഡിഡക്റ്റീവ് റീസണിങ്. ഇൻഡക്റ്റീവ് റീസണിങ്ങില് നമ്മൾ നോർമലി എക്സാമ്പിൾസും അതേപോലെ പ്രൂഫുകളും തെളിവുകളും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഒരു കാര്യം എന്ത് ചെയ്യുന്നതാണ്, ആളുകളിലേക്ക് ആർഗ്യുമെന്റ് ചെയ്യുന്നതാണ്. അതായത് ജനറലി നമ്മൾ ചെയ്യുന്നത്, ഇപ്പൊ ഒരു കാര്യം ഒരാൾ പറഞ്ഞാൽ അതിനെന്താണ് തെളിവ് എന്ന് ചോദിച്ചാൽ ആ ഒരു തെളിവ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആളുകൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം
ആ ഒരു കൈൻഡ് ഓഫ്, അതായത് ജനറലി എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് റീസണിങ് ആണ് ഇൻഡക്റ്റീവ് റീസണിങ്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഡിഡക്റ്റീവ് റീസണിങ് വരിക. ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത് ലോജിക്കലി ആണ് നമ്മൾ അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുക. അതിന് നമുക്ക് എന്തില്ല, പ്രത്യേകിച്ച് പ്രൂഫുകൾ ഉണ്ടായിരിക്കില്ല. ഇപ്പൊ ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റ്, ഇപ്പോ റെയിൽവേ ട്രാക്കിൽ വെച്ചിട്ട് ഒരാള് മരണപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ആ മരണപ്പെട്ട സമയത്ത് നമ്മൾ ആ ഒരു റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് ആരും എന്ത് ചെയ്യുന്നില്ല, അത് കാണുന്നില്ല. അതായത് ആ ഒരാളെ വണ്ടി ട്രെയിന് തട്ടിയതാണോ അല്ലെങ്കിൽ അയാളെ മരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ആരും അറിയുന്നില്ല. പക്ഷെ ആൾ എന്ത് ചെയ്തിട്ടുണ്ട്, ട്രെയിൻ തട്ടിയാണ് മരിച്ചത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ചുറ്റുപാടിലും ചില ഇൻസിഡന്റുകളോ അല്ലെങ്കിൽ കാര്യങ്ങളോ നമുക്ക് കാണാൻ പറ്റും. അപ്പം അങ്ങനെ ആ ഒരു ലോജിക്ക് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഇന്നതാണ് സംഭവിച്ചത് എന്ന് പറയാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. സോ ഇത്രയും നേരം നമ്മൾ എഴുത്തിലേക്ക് കടന്നിട്ടില്ല. എഴുതാൻ ഏതൊക്കെ മെത്തേഡുകൾ, ഏതൊക്കെ രീതികൾ എന്നുള്ളത് ഡിസ്കസ് ചെയ്യുക അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുകയൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ആക്ച്വൽ റൈറ്റിംഗ് പ്രോസസ്സിലേക്ക് കടക്കുകയാണ്. അതായത് നമ്മൾ ഏതൊരു ടോപ്പിക്കാണോ എടുക്കുന്നത്, അത് നമ്മൾ നരേഷൻ ആണോ ഡിസ്ക്രിപ്ഷൻ ആണോ, അത് ഏത് കൈൻഡ് ആണ് നമ്മൾ സെലക്ട് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, അത് എഴുതുകയാണ്. അതായത് നമുക്ക് കിട്ടിയ ഡീറ്റെയിൽസുകൾ, ഇൻഫോർമേഷനുകൾ, നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റൈലുകൾ, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്, പേപ്പറിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിലേക്ക് എന്ത് ചെയ്യാണ്, ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ എഴുതുക ചെയ്യാണ്. അപ്പം അതിന് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്, റൈറ്റിംഗ് ദ ഫസ്റ്റ് ഡ്രാഫ്റ്റ്. അതായത് നമ്മുടെ മനസ്സിൽ നമ്മൾ എന്താണോ എഴുതാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, എങ്ങനെയാണോ എഴുതാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാണ്, എഴുതുക. അതായത് ബൈ പെൻ അല്ലെങ്കിൽ ബൈ ഹാൻഡ് നമ്മൾ എന്ത് ചെയ്യാണ്, റൈറ്റ് ചെയ്യാണ്. അതായത് ഫസ്റ്റ് സ്റ്റെപ്പാണ്, അതായത് നമ്മൾ റൈറ്റിംഗ് പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതുക. അതായത് ഇത്ര പാരഗ്രാഫുകൾ വേണം, ഇത്ര സെന്റൻസുകൾ വേണം, ഈ ടോപ്പിക്കുകളാണ് എഴുതേണ്ടത് എന്നുള്ള ആക്ച്വൽ പ്ലാൻ വെച്ചിട്ട് നമ്മൾ അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതാണ്. ഇതെന്താണ്, ഒരു റഫ് സ്റ്റേജ് ആണ് ഉള്ളത്. അതായത് ഇതൊരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, എവിടെയും പബ്ലിഷ് ചെയ്യില്ല, അല്ലെങ്കിൽ ഇത് നമ്മുടെ ഫൈനൽ ഡ്രാഫ്റ്റ് അല്ല. ഇത് നമ്മൾ എന്ത് ചെയ്യാണ്, ആദ്യമായിട്ട് ഒന്ന് എഴുതി നോക്കുകയാണ്. ദെൻ അതിനുശേഷം റിവൈസിങ് ദ ഫസ്റ്റ് ഡ്രാഫ്റ്റ്. സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു കാര്യം എഴുതിയാൽ അതിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ സെന്റൻസുകൾ റീഓർഡർ ആയിരിക്കും, പാരഗ്രാഫുകളിൽ മിസ്മാച്ചുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ സെക്കൻഡ് പാരഗ്രാഫിന് പകരം നമ്മൾ സെക്കൻഡ് പാരഗ്രാഫ് പ്ലേസ് ചെയ്തെടുത്ത് തേർഡ് പാരഗ്രാഫോ അല്ലെങ്കിൽ കൺക്ലൂഷനിൽ ഉള്ള കാര്യങ്ങൾ മുകളിൽ കയറി, അങ്ങനെ പല കറക്ഷൻസും കാര്യങ്ങളും വരും. അപ്പം ഈ റിവൈസിങ് സ്റ്റേജിൽ നമുക്കതിനെ ഒന്ന് പോളിഷ് ചെയ്തിട്ട് വെൽ സ്ട്രക്ചേർഡ് പീസ് ആക്കിയിട്ട് മാറ്റാം. അതായത് നമ്മുടെ ഗോളിൽ നിന്ന് മാറിയിട്ടുണ്ടോ, അതായത് നമ്മൾ പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് നമ്മൾ ചേഞ്ച് ആയി പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് അല്ലേ എഴുതിയിട്ടുള്ളത് എന്നെല്ലാം നമ്മൾ ഈ റിവൈസിങ് ദ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേജിലാണ് ചെക്ക് ചെയ്യുക. ദെൻ റിവൈസ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യുന്നതാണ് റിഫൈനിങ്. ഇപ്പൊ നമുക്ക് ഒരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു റൈറ്റപ്പ് നമ്മുടെ മുന്നിൽ കിട്ടിയിട്ടുണ്ട്. ഇനി അപ്പൊ നമ്മൾ അടുത്തത് ചെയ്യുക, കൂടുതൽ ക്ലാരിറ്റിയാണ് എന്ത് ചെയ്യുന്നത്, ഇനി നമ്മൾ ആ റൈറ്റപ്പിൽ വരുത്തുന്നത്. നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം, അതായത് വല്ല ഗ്രാമർ മിസ്റ്റേക്സുകൾ ഉണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാം, അതുപോലെ പങ്ക്ച്വേഷനുകൾ, അതേപോലെ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇറേഴ്സ് മാറ്റിയെടുക്കാം. ദെൻ ഈ ബേസിക് ആയിട്ടുള്ള ഈ കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്കുകളൊക്കെ മാറ്റിയതിന് ശേഷം ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, മെയിൻ എഡിറ്റിംഗിലേക്ക് കടക്കുകയാണ്. അപ്പൊ മെയിൻ എഡിറ്റിംഗിലേക്ക് കടക്കുന്ന സമയത്ത് ഉള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ ഒരു എഡിറ്റിംഗ് പ്രോസസ്സിലാണ് നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. ഇപ്പൊ നമ്മൾ റിവൈസ് ചെയ്ത സമയത്ത് വല്ല മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ റിഫൈൻ ചെയ്ത സമയത്ത് വല്ല മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ടോ, ഇതെല്ലാം നമ്മൾ ക്ലാരിഫൈ ചെയ്യുന്ന അടുത്തൊരു സ്റ്റെപ്പാണ് എഡിറ്റിംഗ്. ഈ സമയത്ത് നമ്മൾ ഒന്നുകൂടി എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, ഒന്ന് വീണ്ടും ശ്രദ്ധിക്കും. അതായത് ഓരോ പാരഗ്രാഫുകൾ, ഈച്ച് ആൻഡ് എവറി പാരഗ്രാഫുകൾ നമ്മൾ വായിച്ചു നോക്കും. അതേപോലെ ഓരോ സെന്റൻസ് ബൈ സെന്റൻസ്, ഇപ്പം ഈ ഒരു ഇമേജിൽ നിങ്ങൾ കണ്ടില്ലേ, അതായത് ചില എല്ലാ കാര്യങ്ങളിലും എന്ത് ചെയ്യാണ്, നമ്മൾ ഒരു ചേഞ്ചുകൾ വരുത്തുകയാണ്. സ്വാഭാവികമായിട്ട് റിവൈസിങ്ങും റിഫൈനിങ്ങും കഴിഞ്ഞാൽ ആ മിസ്റ്റേക്കുകൾ കുറവായിരിക്കും, എന്നാലും ഇൻ ബിറ്റ്വീനിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യും.
അതേപോലെ വെക്കാബുലറി യൂസ് ചെയ്ത വേർഡ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഫോർമാറ്റില് ഹെഡിങ്ങുകള്, അതേപോലെ സ്പേസ്, ടൈപ്പോഗ്രഫി, അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അതേപോലെ സബ് ഹെഡിങ് പ്ലേസ് ചെയ്തത് കറക്റ്റ് അല്ലേ, പിന്നെ ഇൻഡന്റേഷനുകൾ കറക്റ്റ് അല്ലേ, അതേപോലെ നമ്മൾ എന്തെങ്കിലും ഇമേജസോ ഗ്രാഫിക്സോ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് സൈഡിലല്ലേ പ്ലേസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു എഡിറ്റിംഗ് സ്റ്റേജിൽ ക്ലിയർ ചെയ്യും. അടുത്ത സ്റ്റേജ് ആണ് പ്രൂഫ് റീഡിംഗ്. ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഒരു കോപ്പി എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് കോപ്പി ആയിരിക്കും. അതായത് അത് റിവൈസ് ചെയ്തിട്ടുണ്ട്, റിഫൈൻ ചെയ്തിട്ടുണ്ട്, എഡിറ്റിങ്ങും ചെയ്തിട്ടുണ്ട്. ദെൻ എഡിറ്റിങ്ങും ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ലാസ്റ്റ് സ്റ്റെപ്പില്, അതായത് ഫൈനൽ സ്റ്റേജ് ഓഫ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എല്ലാ എഡിറ്റിങ്ങിനും ശേഷം നമ്മൾ വീണ്ടും അതൊന്നും കൂടി ചെക്ക് ചെയ്യുന്നതിനെയാണ് പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്നത്. അതായത് റീഡിങ് എഗെയിൻ ആൻഡ് എഗെയിൻ, വീണ്ടും വീണ്ടും, അതായത് ഇനി അതിൽ ഒരു മിസ്റ്റേക്കും വരുത്തരുത്, അങ്ങനെ ഒരു വേർഡ് ബൈ വേർഡ്, ലൈൻ ബൈ ലൈനിൽ നമ്മൾ, അല്ലെങ്കിൽ സെന്റൻസ് ബൈ സെന്റൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യുന്നതിനെയാണ് പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പം മൈന്യൂട്ടായിട്ട്, അപ്പം എന്തെങ്കിലും കൈൻഡ് ഓഫ് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ മിസ്റ്റേക്കുകൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു സ്റ്റേജിൽ ഇറേസ് ചെയ്യും. അപ്പം ഒരു പ്രൂഫ് റീഡർ അല്ലെങ്കിൽ പ്രൂഫ് റീഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, മോസ്റ്റ് കോൺസെൻട്രേഷനിലാണ് ഒരാൾ ഒരു പ്രൂഫ് റീഡ് ചെയ്യേണ്ടത്. കാരണം ഈ ഒരു പ്രൂഫ് റീഡിങ്ങിന് ശേഷം നേരിട്ട് അത് എന്ത് ചെയ്യാണ്, പ്രിന്റിന് പോവുക അല്ലെങ്കിൽ അത് റീഡേഴ്സിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പം മോസ്റ്റ് കോൺസെൻട്രേഷൻ, ഇനി ഒരു മിസ്റ്റേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ആ ഒരു റൈറ്റപ്പിൽ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ എവറി ഇറർ, ആ ഒരു പ്രൂഫ് റീഡർ അതിൽ വരുന്ന എല്ലാ ഇററുകളും, ഇപ്പൊ ബാക്കിയുള്ള ആളുകൾ ചെക്ക് ചെയ്ത ഇറേഴ്സ് വീണ്ടും വീണ്ടും എന്ത് ചെയ്യാണ്, പ്രൂഫ് റീഡർ ഒരിക്കൽ കൂടി എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് വളരെ സ്ലോലി എവ്രി വേർഡ്സ് സെന്റൻസ് ബൈ സെന്റൻസ് വായിക്കണം. അതിനുശേഷം പങ്ക്ച്വേഷൻ, അതേപോലെ ക്യാപിറ്റലൈസേഷൻ, എനി കൈൻഡ് ഓഫ് കോമ, സെമികോളൻസ്, അങ്ങനെ എന്തെങ്കിലും മിസ്പ്ലേസ്ഡ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ, അതോ അത് വെക്കേണ്ടടുത്ത് വെച്ചിട്ടില്ലേ, അതേപോലെ ഇൻ കേസ് എനി കൈൻഡ് ഓഫ് നമ്പേഴ്സ്, ഇപ്പൊ നമ്മൾ ബുള്ളറ്റിൽ നമ്പേഴ്സ് ഒക്കെ ഇടുമല്ലോ, നമ്പറുകളൊക്കെ കൊടുത്തിട്ടുള്ളത് കറക്റ്റ് അല്ലേ. അപ്പൊ ബേസിക്കലി വരുന്ന സമയത്ത് 0 കഴിഞ്ഞ് 1 2 3 ഒക്കെ ഇടുന്ന സമയത്ത് ചില മിസ്റ്റേക്കുകളൊക്കെ വന്നേക്കും. അപ്പൊ അതെല്ലാം കറക്റ്റ് അല്ലേ എന്നുള്ളതെല്ലാം ഇറ്റ്സിന്റെ എവ്രി പോയിന്റ് എന്ത് ചെയ്യണം, ഒരു റൈറ്റപ്പില് കാര്യങ്ങൾ പ്രൂഫ് റീഡിംഗ് സെഷനിൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ ശ്രദ്ധിക്കണം. അതായത് ഇനി ഒരു എഡിറ്റിങ്ങോ അല്ലെങ്കിൽ വേറെ ഒരു ചെക്കിങ്ങോ ഉണ്ടായിരിക്കില്ല. അപ്പം അത്രയും അറ്റ്മോസ്റ്റ് കെയറിൽ വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൂഫ് റീഡർ ആ ഒരു കാര്യം പ്രൂഫ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതൊക്കെയാണ് പ്രൂഫ് റീഡിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ലൈക്ക് ഹൗ ടു റൈറ്റ്, വാട്ട് ടു റൈറ്റ്, അതുപോലെ തന്നെ ഓർഗനൈസിങ്, എഡിറ്റിംഗ് എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ, അതായത് ഒരു റൈറ്റപ്പിന്റെ കംപ്ലീറ്റ് ബേസിക്സ് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുകയാണ്. അപ്പം ഈ ഒരു യൂണിറ്റിൽ കഴിഞ്ഞ വർഷങ്ങളിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ നെറേറ്റീവ്, ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ആർഗ്യുമെന്റേറ്റീവ് ഡിസ്കോഴ്സസ്, ഗീവ് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യമാണ്, അതായത് നെറേറ്റീവ്, ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ആർഗ്യുമെന്റേറ്റീവ് ഡിസ്കോഴ്സസ് എന്താണെന്ന്, അതിന്റെ ഒരു ഡിഫറൻസസ് എക്സ്പ്ലെയിൻ ചെയ്യുക ആൻഡ് അതിൽ എക്സാമ്പിൾസ് പ്ലേസ് ചെയ്യുക. ഇപ്പം നെറേറ്റീവ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്രൊണോളജിക്കൽ ഓർഡറിൽ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് എഴുതുക. ദെൻ ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ പർട്ടിക്കുലർ ടു ജനറൽ അല്ലെങ്കിൽ ജനറൽ ടു പർട്ടിക്കുലർ ആയിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. ആൻഡ് ആർഗ്യുമെന്റേറ്റീവ് ഡിസ്കോഴ്സസ് എന്ന് പറയുന്ന സമയത്ത് പ്രോസ് ആൻഡ് കോൺസ് വെച്ചിട്ട് എന്ത് ചെയ്യാണ്, കാര്യങ്ങൾ എഴുതുന്നതാണ്. അപ്പം നെറേറ്റീവില് നമുക്ക് എനി കൈൻഡ് ഓഫ് നോവൽസോ അല്ലെങ്കിൽ സ്റ്റോറീസോ ഓർ ഫിലിംസോ ഒക്കെ എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം. ഡിസ്ക്രിപ്റ്റീവില് നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെയിന്റിംഗ് ലൈക്ക് കാര്യങ്ങൾ. അതുപോലെ ആർഗ്യുമെന്റേറ്റീവില് നമുക്ക് എന്ത് ചെയ്യാം, എനി കൈൻഡ് ഓഫ് പൊളിറ്റിക്കൽ ഇഷ്യൂസോ സോഷ്യൽ ഇഷ്യൂസോ ഒക്കെ എന്ത് ചെയ്യാം, എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ബേസിക് ഫോംസ് ഓഫ് ഡിസ്കോഴ്സ് ഇൻ റൈറ്റിംഗ്, എക്സ്പ്ലെയിൻ ഹൗ ദേ എയ്ഡ് ഇൻ ദ റൈറ്റിംഗ് പ്രോസസ്. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസ്കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പം നമ്മൾ നെറേറ്റീവ്, ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ആർഗ്യുമെന്റേറ്റീവ് ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തു. അതിന്റെ കൂടെ തന്നെ എക്സ്പോസിറ്ററി കൂടി എന്ത് ചെയ്യുക, ആഡ് ചെയ്തിട്ട് എഴുതുക. എക്സ്പോസിറ്ററി ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുന്നതിനെയാണ്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ, റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ എനി ഫോർ ഓഫ് ദി ഫോളോയിങ്, മാനേജിങ് എ റൈറ്റേഴ്സ് ബ്ലോക്ക്. അപ്പം
മാനേജിങ് റൈറ്റേഴ്സ് ബ്ലോക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ റൈറ്റേഴ്സിനും എല്ലാ സമയത്തും എക്സ്പ്ലനേഷനും അതേപോലെ അവർക്ക് എഴുതാനുള്ള കേപ്പബിലിറ്റി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അവരുടെ സ്ട്രെസ്സോ അല്ലെങ്കിൽ അവരുടെ പ്രഷറോ കാരണം എന്ത് ചെയ്യാം, അവർക്ക് ഒരു ബ്ലോക്ക് വരാം. അതിനെയാണ് റൈറ്റേഴ്സ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഒരു പരിധി വരെ എങ്ങനെയൊക്കെ മാറ്റിയെടുക്കാം, അതായത് ഫ്രീ റൈറ്റിംഗ്, അതുപോലെ തന്നെ ചേഞ്ചിങ് അവർ എൻവയോൺമെന്റ് ഓർ മേക്കിംഗ് ലൈക്ക് ഡെഡ് ലൈൻസ് ഓർ ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ബ്ലോക്ക് ഇല്ലാതാക്കാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നോ യുവർ റീഡർ, ഡിസ്കസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് സ്റ്റേറ്റ്മെന്റ് വിത്തിൻ ദ റിയലം ഓഫ് ജേർണലിസ്റ്റിക് ഓപ്പറേഷൻസ്. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ റീഡറിനെ അറിയുക എന്നുള്ളത്, അതായത് നമ്മൾ ഏത് ഓഡിയൻസിലേക്കാണ് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലെങ്കിൽ റൈറ്ററുടെ റീഡർ ആരാ എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ആ റീഡറുടെ പെർസ്പെക്റ്റീവിൽ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഓരോ കാര്യങ്ങളും എഴുതാൻ. ഒരു റീഡർ എങ്ങനെയാണ് ഈ ഒരു റൈറ്റപ്പിനെ ഹാൻഡിൽ ചെയ്യുക അല്ലെങ്കിൽ ഏറ്റെടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ആ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു ആൻസർ ചെയ്യേണ്ടത്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ എനി ടു ഓഫ് ദി ഫോളോയിങ്. അതിലൊരു ക്വസ്റ്റ്യൻ ആണ് മൈൻഡ് മാപ്പ്. മൈൻഡ് മാപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമ്മുടെ ഐഡിയകളെ എന്ത് ചെയ്യാണ്, സ്ട്രക്ചേർഡ് ആക്കിയിട്ട് സെറ്റ് ചെയ്യുക, അതിനുശേഷം എന്ത് ചെയ്യാണ്, ഇൻഫർമേഷൻസ് എഴുതുന്നതിനെയാണ് മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്. അപ്പം ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.